നമുക്കിനി അയർലാൻഡിലേക്ക് ഒരു ജോബിനായിട്ട് പോകാൻ പറ്റും. ഈ ഒരു വിസയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു സാലറി ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു 34 ലക്ഷത്തോളം രൂപ നമുക്ക് കിട്ടും. അതുമാത്രമല്ല, ഈ ഒരു വിസയിൽ പോയ ശേഷം നമുക്ക് അവിടെ ഒരു പെർമനന്റ് റെസിഡൻസും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വിസയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. ബാക്കിയുള്ള പെർമിറ്റ്സിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇതിന്റെ പെർമിറ്റ് നടക്കുന്നത്. പിന്നെ ഒരുപാട് സ്കിൽ ഷോർട്ടേജ് വന്നിട്ടുണ്ട് കേട്ടോ. ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറച്ച് പീപ്പിൾസിന്റെ ഈ ഒരു കൺട്രി ഇപ്പോൾ കുറച്ച് സ്കിൽ ഷോർട്ടേജ് നേരിടുന്നുണ്ട് ഈ ഒരു രാജ്യത്ത്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ പെട്ടെന്നൊരു പെർമിറ്റ് പുറത്തു വിട്ടിട്ടുള്ളത്. ഈ ഒരു പെർമിറ്റിന്റെ പേര് എന്ന് പറയുന്നത് തന്നെ ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെന്റ് പെർമിറ്റ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ജോബിന് പോകാനായിട്ട് യാതൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റും വേണ്ട. IELTSO ടോഫലോ PTE OET അങ്ങനെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അതൊന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഐറിഷ് ആണ് അവിടുത്തെ ലാംഗ്വേജ് എന്ന് എല്ലാവർക്കും അറിയാം. ബട്ട് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് അറിയുന്ന ഒരാൾക്ക് അവിടെ നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ ഐറിഷ് ലാംഗ്വേജ് അറിയണം എന്നുള്ളത് ഇവർ പറയണമെന്നില്ല. ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു വിസയിൽ പോണ ഒരാൾക്ക് നമുക്കവിടെ ഒരു പെർമനന്റ് റെസിഡൻസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെയും ഒപ്പം കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇതിന്റെ പെർമിറ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഏത് വിസയാണ്, ഇതിന്റെ ബെനിഫിറ്റ്സ്, റിക്വയർമെന്റ്സ്, അങ്ങനെ ഇതിന്റെ ഫുള്ള് കാര്യങ്ങളും എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളതടക്കം ഞാൻ പറഞ്ഞുതരാം. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്താണെന്ന് നോക്കാം. Hi everyone, it's me Shyam and this is Wayfarer Insights. അപ്പോൾ അയർലാൻഡ് പറഞ്ഞ ഒരു രാജ്യം, ഒരുപാട് ആളുകളുടെ ഒരു ഡ്രീം പ്ലേസ് ആണ് അയർലാൻഡ് പറഞ്ഞ രാജ്യം. കാരണം അവിടുത്തെ പ്രകൃതി ഭംഗിയാണ് എന്നുണ്ടെങ്കിലും ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു രാജ്യമാണ് അയർലാൻഡ് എന്ന് പറയുന്നത്. ഒരുപാട് മൗണ്ടെയിൻസ്, ഒരുപാട് ലേക്സ്, അതുപോലെ തന്നെ ഒരുപാട് ഐലാൻഡ്സുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് അയർലാൻഡ് പറയുന്നത്. ഏകദേശം 70-71 ഐലാൻഡ്സ് ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫോറിൻ വർക്കറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പോണ ആളുകൾക്കൊക്കെ നല്ല സാലറി അവർ ഓഫർ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു വേതനം നൽകുന്ന ഒരു രാജ്യം കൂടിയാണ് അയർലാൻഡ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാന്ന് നോക്കി നോക്കാം. ഇവർ കുറച്ച് ലിസ്റ്റ് പുറത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ആ ലിസ്റ്റിൽ കുറച്ച് ജോബ്സ് ഇവർ പറയുന്നുണ്ട്. ആ ജോബിൽ ഉള്ള ആളുകൾക്കാണ് ഈ ഒരു വിസ വഴി അല്ലെങ്കിൽ ഈ ഒരു പെർമിറ്റ് വഴി പോകാൻ പറ്റുക. പക്ഷേ വളരെ കുറച്ചൊന്നല്ല, ഒരുപാടുണ്ട്. ആ ലിസ്റ്റിൽ ഒരുപാട് ജോബുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു അയർലാൻഡ് ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെന്റ് പെർമിറ്റിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. ഇതിൽ പോണ ആളുകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. ഫസ്റ്റത്തെ ഒരു കാര്യം പറയുന്നത് ഫാസ്റ്റർ പ്രോസസിംഗ് കമ്പയർഡ് ടു അതർ എംപ്ലോയ്മെന്റ് പെർമിറ്റ്സ്. ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു അയർലാൻഡിലേക്ക് ഇപ്പോൾ ഒരു ജോബിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിയുള്ള പെർമിറ്റ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെന്റ് പെർമിറ്റ് വളരെ പെട്ടെന്നാണ് ഇതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത് എന്നുള്ളത്. പിന്നെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നോ റിക്വയർമെന്റ്സ് ഫോർ എ ലേബർ മാർക്കറ്റ് നീഡ് ടെസ്റ്റ്. ആ ടെസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. Which means employers don't need to advertise the position first to Irish or EEA citizens because these skills are high demanded and in short supply. That's why നമുക്ക് ഈ ഒരു ടെസ്റ്റിന്റെ ആവശ്യമൊന്നും വേണമെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. പിന്നെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈസിയർ ഫാമിലി റീയൂണിഫിക്കേഷൻ പ്രോസസ്. അതായത് നമ്മളിപ്പോൾ നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സ്പൗസ്, അതായത് നമ്മളുടെ വൈഫ് ഓർ ഹസ്ബൻഡ്, പിന്നെ അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ, അതായത് 18 വയസ്സിന് താഴെ ഉള്ളവരെയാണ് പറയുക, ക്യാൻ ജോയിൻ യു ഇൻ അയർലാൻഡ്. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് വൺസ് ദേ ആർ ഇൻ അയർലാൻഡ് ദേ ക്യാൻ അപ്ലൈ ഫോർ ആൻ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് ഫോർ ഫ്രീ. ഇപ്പോൾ നമ്മളുടെ അങ്ങനെ സ്പൗസ്, നമ്മളെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫൊക്കെ അങ്ങനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവരവിടെ എത്തിയ ശേഷം പിന്നെ അവർക്കൊരു എംപ്ലോയ്മെന്റ് പെർമിറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റും. അതും ഫ്രീ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെർമനന്റ് റെസിഡൻസും നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഈ ഒരു പെർമിറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ. അതായത് ഈ ഒരു ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെന്റ് പെർമിറ്റിന്റെ ഒരു കാലാവധി, ഒരു ഡ്യൂറേഷൻ ഇഷ്യൂ ചെയ്യുന്നത് ഒരു 2 വർഷത്തിനാണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ 2 വർഷം പൂർത്തിയാക്കിയ ശേഷം നമുക്ക് ഒരു സ്റ്റാമ്പ് ഫോറിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗ്രാൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഗ്രാൻഡ്സ് PR സ്റ്റാറ്റസ്, അതുപോലെ തന്നെ അലോവിങ് യു ടു ലിവ് ആൻഡ് വർക്ക് ഇൻ അയർലാൻഡ് വിത്തൗട്ട് നീഡിങ് ആൻ എംപ്ലോയ്മെന്റ് പെർമിറ്റ്. ഒരു എംപ്ലോയ്മെന്റ് പെർമിറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് അയർലാൻഡിൽ താമസിക്കാനും അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം, ഒരു പെർമിഷൻ നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു പെർമിറ്റിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അതായത് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് വർക്ക് പെർമിറ്റ്സ് ആർ സെക്യൂർഡ് ബൈ ഇന്ത്യ. ഇതിന് അപ്ലൈ ചെയ്തിട്ടുള്ള കൂടുതൽ ആൾക്കാർ, അതായത് കൂടുതൽ
അപ്രൂവ് ആയിട്ടുള്ളത് ഇന്ത്യത്തെ ആളുകൾക്കാണ്. ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്ത എംപ്ലോയീസിനാണ്. അതായത് എംപ്ലോയ്മെന്റ് പെർമിറ്റ് സ്റ്റാറ്റിക്സിന്റെ ലിസ്റ്റാണ് കേട്ടോ. ഒരുപാട് നാഷണാലിറ്റീൻ്റെ പേര് ഇതിലുണ്ട്. നമുക്ക് ഇന്ത്യയുടെ നമുക്ക് കാണാൻ പറ്റും. ഇതിനാണ് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് ആയിട്ടുള്ളത് പെർമിഷൻ. സോ ഇതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഇനി ഇതിൽ ഏതൊക്കെ ജോബ്സ് ആണ് വരുന്നത് എന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, ഞാൻ എന്തായാലും എൻ്റെ സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്യുക. അതിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ക്രിട്ടിക്കൽ സ്കിൽസ് ഒക്യുപ്പേഷണൽ ലിസ്റ്റ് ആണ് കേട്ടോ. ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുവഴി ഈ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇതിൽ നമുക്ക് കാണാൻ പറ്റും പ്രൊഡക്ഷൻ മാനേജേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ്, സൈറ്റ് മാനേജേഴ്സ്, ഹെൽത്ത് ആൻഡ് സോഷ്യൽ സർവീസ് മാനേജേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ്, ഒരുപാട് എണ്ണം ഉണ്ട്. പ്രൊഫഷണൽ ഫോറസ്റ്റേഴ്സ്, അങ്ങനെ നാച്ചുറൽ സയൻസിൽ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിൽ നോക്കി നോക്കാം. സിവിൽ വരുന്നുണ്ട്, കൺസ്ട്രക്ഷൻ, സൈറ്റ് എഞ്ചിനീയേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസ്സ്, മെറ്റീരിയൽ സയൻറ്റിസ്റ്റ്, ഇൻഫർമേഷൻ ടെക്നോളജി, IT-യിലും കാണാൻ പറ്റും. IT സ്പെഷ്യലിസ്റ്റ് മാനേജേഴ്സ്, BIM മാനേജേഴ്സ്, അങ്ങനെ IT-യിൽ ഒരുപാട് എണ്ണം വരുന്നുണ്ട്. ഹെൽത്ത് പ്രൊഫഷണൽസ് നോക്കി നോക്കാം. സൈക്കോളജിസ്റ്റ്, മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്, റേഡിയോഗ്രാഫേഴ്സ്, ഗ്യാസ്ട്രോ, ഡയറ്റീഷ്യൻ, മെഡിക്കൽ സയൻറ്റിസ്റ്റ്, തെറാപ്പി പ്രൊഫഷണൽസിൽ വരുന്നുണ്ട് ഒരുപാടെണ്ണം. നഴ്സിംഗിൽ വരുന്നുണ്ട്, രജിസ്റ്റേർഡ് നഴ്സൊക്കെ വരുന്നുണ്ട്. ടീച്ചിങ്ങിൽ വരുന്നുണ്ട്. പിന്നെ ബിസിനസ്, റിസർച്ച് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസിൽ ഒരുപാടെണ്ണം വരുന്നുണ്ട്. പിന്നെ ആർക്കിടെക്ട്സ്, ടൗൺ പ്ലാനേഴ്സ് ആൻഡ് സർവേഴ്സ് അതിൽ വരുന്നുണ്ട്. വെൽഫെയർ പ്രൊഫഷണൽസ്, അതിലാണ് ഈ ഒരു സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ വരുന്നത് കേട്ടോ. അങ്ങനെ മീഡിയ, അതുപോലെ തന്നെ ഹെൽത്ത് അസോസിയേറ്റ് പ്രൊഫഷണൽസ്, ആർട്ടിസ്റ്റ്, ഡിസൈൻ ഒക്യുപ്പേഷൻ, 2D 3D ആനിമേഷനൊക്കെ അതിലാട്ടോ വരുന്നത്. പിന്നെ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് ഒക്യുപ്പേഷൻ, അങ്ങനെ ഒരുപാടെണ്ണം കാണാൻ പറ്റും. ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കുക. അതിൽ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ അതുവഴി ഒന്ന് കയറുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ജോബ്സ് വരുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ജോബിന് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പെർമിറ്റിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. ആദ്യം നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. അതായത് ഒരുപാട് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതുവഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് irishjobs.ie, jobs.ie, US അയർലാൻഡ്, അങ്ങനെ 3 സൈറ്റ് ഉണ്ട്. അതുവഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരുപാട് ജോബ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതുവഴി കയറിയിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ നോക്കി നോക്കുക. അതായത് ഹു ക്യാൻ അപ്ലൈ ഫോർ ദ ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെന്റ് പെർമിറ്റ്. അതായത് എ ജോബ് ഓഫർ ഫ്രം എ രജിസ്റ്റേർഡ് ഐറിഷ് എംപ്ലോയർ. ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഐറിഷ് എംപ്ലോയറുടെ കയ്യിൽ നിന്നുള്ള ഒരു ജോബ് ഓഫർ വേണം. ദിസ് മീൻസ് ദ കമ്പനി മസ്റ്റ് ബി രജിസ്റ്റേർഡ് വിത്ത് റവന്യൂ ട്രേഡിംഗ് ഇൻ അയർലാൻഡ് ആൻഡ് ബി രജിസ്റ്റേർഡ് വിത്ത് ദ കമ്പനീസ് രജിസ്ട്രേഷൻ ഓഫീസ്. ഈ ഒരു രജിസ്ട്രേഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തായിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദ ജോബ് ഓഫർ മസ്റ്റ് ബി ഫുൾ ടൈം ആൻഡ് ഫോർ എ മിനിമം ഡ്യൂറേഷൻ ഓഫ് 2 years. ഒരു 2 years ഉള്ള ഒരു ജോബ് ഓഫർ ആവണം നമ്മളെ കയ്യിൽ ഉണ്ടാവേണ്ടത്. ആ ഒരു ജോബ് ഓഫറിൽ അങ്ങനെ വേണം. അതുപോലെ തന്നെ ഒരു ഫുൾ ടൈം ജോബ് ആവണം എന്ന് ഇവർ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ദ ജോബ് മസ്റ്റ് ബി ഓഫേർഡ് ഇൻ ദ ഫീൽഡ് ദാറ്റ് ഈസ് ഓൺ ദ ക്രിട്ടിക്കൽ സ്കിൽസ് ഒക്യുപ്പേഷണൽ ലിസ്റ്റ്. ആ ലിസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു ജോബ് ആവണം, അതാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് സാലറി റിക്വയർമെന്റ്സ് നോക്കി നോക്കാം. അതായത് ഇപ്പോൾ ഇതിന് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ക്രിട്ടിക്കൽ സ്കിൽസ് ഒക്യുപ്പേഷണൽ ലിസ്റ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പെർമിറ്റിൽ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് മിനിമം ഒരു 38,000 എങ്കിലും കൊടുക്കണം എന്നുള്ളത് ഇതിൽ നിർബന്ധമായിട്ട് ഇവർ പറയുന്നുണ്ട്. സോ ഒരു 38,000 euro എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആനുവലി ആയിട്ടാട്ടോ അവിടെ കൊടുക്കണം പറയുന്നത്. വർഷത്തിലാണ് ഇത്രയും കൊടുക്കണം എന്ന് പറയുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ INR-ലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 34,21,256 രൂപയാണ് ഇന്ത്യൻ മണിയിൽ വരുന്നത്. ഈ ഒരു 2024 കണക്കനുസരിച്ച് അത്രയെങ്കിലും നമുക്ക് എന്തായാലും കിട്ടണ ഒരു ജോബ് ആയിരിക്കണം. അത് ആ ഒരു ജോബ് ഓഫറിൽ വേണം. നമ്മളിതൊരു മാസത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,85,000 മേലെ വരുന്നുണ്ട് ഏകദേശം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഒരു ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെന്റ് പെർമിറ്റിനുള്ള ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സിങ് എങ്ങനെ നോക്കി നോക്കാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കി നോക്കാം. ഒരു പെർമിറ്റിനും ഒരു വിസയ്ക്കൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കി നോക്കാം. അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലുമൊക്കെ ഇത്തരം ഓഫേഴ്സിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി എത്തിച്ചു കൊടുക്കുക. ഓക്കെ, ഞാൻ എന്തായാലും ലാഗ് അടിപ്പിക്കണില്ല. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കി വെക്കാം.
ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് അപ്ലൈ ഫോർ ദ പെർമിറ്റ്. ഫസ്റ്റ് നമ്മളൊരു പെർമിറ്റിനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെന്റ് പെർമിറ്റിന് നമ്മൾ അപ്ലൈ ചെയ്യണം. ഓൺലൈനായിട്ടാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതായത് ദിസ് ക്യാൻ ബി ഡൺ ബൈ യുവർ എംപ്ലോയർ ആസ് വെൽ. എംപ്ലോയർ ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. നമ്മളുടെ ഒരു എംപ്ലോയർ ഇതിന് ചെയ്യുന്നതാണ് പറയുന്നത്. ദ എംപ്ലോയർ ഓഫ് ആൻ എംപ്ലോയി ക്യാൻ മേക്ക് ആൻ ഓൺലൈൻ അപ്ലിക്കേഷൻ ഓൺ ദ എംപ്ലോയ്മെന്റ് പെർമിറ്റ്സ് ഓൺലൈൻ സിസ്റ്റം. ഒരു PDF ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്യുക, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് അപ്ലൈ ഫോർ ദ വിസ. ഒരു വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. അതായത് ഇപ്പോൾ ഈ ഒരു പെർമിറ്റ് നമുക്ക് അലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പെർമിറ്റിന് വേണ്ടി കൊടുത്ത ആപ്ലിക്കേഷൻ അപ്രൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് വിസയ്ക്കാണ് അപ്ലൈ ചെയ്യുക ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ D വിസയ്ക്കാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത്. യു ഹാവ് ടു അപ്ലൈ ഫോർ ദ ലോങ് സ്റ്റേ ടൈപ്പ് D വിസ. ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുക. അതായത് ആൻ ഓൺലൈൻ വിസ ആപ്ലിക്കേഷൻ ഫോം, അതിൻ്റെ ഒരു ലിങ്കാണ് കേട്ടോ. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ലിങ്ക് കിട്ടും. അതുവഴി നിങ്ങൾക്ക് ഈ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാൻ പറ്റും. സോ അത് ഫില്ലപ്പ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഗെറ്റ് എ റെസിഡൻസ് പെർമിറ്റ്. അതായത് ഈ ഒരു റെസിഡൻസ് പെർമിറ്റ് കിട്ടാനായിട്ട് നമ്മൾ GNIB അതായത് ഗാഡ നാഷണൽ ഇമിഗ്രേഷൻ ബ്യൂറോയിൽ പോയിട്ട് അപ്ലൈ ചെയ്യണം അപ്പോൺ അറൈവൽ ടു അയർലാൻഡ്. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് വരുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് ലിങ്ക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ കറക്റ്റായിട്ട് അങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ട്. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യുക. ഇതിന്റെയൊക്കെ യൂസർ ഗൈഡ്സ് PDF ഫോർമാറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പെർമിറ്റിന് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ റെസിഡൻസ് പെർമിറ്റിന് ചെയ്യേണ്ടത് എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ അടുത്ത് പറയുന്നത് ഇതിന്റെ പ്രോസസ്സിംഗ് ഫീ ആയിട്ട് ഇവർ പറയുന്നത് €1000 ആണ് കേട്ടോ പറയുന്നത്. ബട്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മളുടെ ആപ്ലിക്കേഷൻ അൺസക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ അത് റിജക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ 90% ഫീയും നമുക്ക് റീഫണ്ട് ആവുകയും ചെയ്യും. അതുകൊണ്ട് പ്രശ്നമില്ല. അത്രയും എമൗണ്ട് എന്തായാലും നമുക്ക് തിരിച്ചു കിട്ടും. പിന്നെ ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതലുള്ള ഈ ഒരു വിസ അപ്രൂവ് ആയിട്ടുള്ളത്. ഞാൻ തന്ന ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കൊക്കെ ചെക്ക് ചെയ്യുക, ഏതൊക്കെ ജോബ്സ് ആണെന്നുള്ളത് കറക്റ്റ് ചെക്ക് ചെയ്യുക. എല്ലാം കറക്റ്റായിട്ട് വായിച്ചു നോക്കുക, അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നിങ്ങളിപ്പോൾ ആ ഒരു ജോബിന് ആപ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അതിനുള്ള ക്വാളിഫിക്കേഷൻ, റിലവൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ്, ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെന്റ് പെർമിറ്റ്സിന് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുക. അത് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കമന്റ്സിൽ തന്നെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ യൂസ് ചെയ്യുക. സോ അങ്ങനെ അയർലാൻഡിലേക്ക് ഒരു ജോബിനായിട്ടൊക്കെ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ സെക്കൻഡ് ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷൻ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷ്യാം. This is Wayfarer Insights and this channel won't disappoint you, and thanks for watching.